ഹായ് ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ എൻജോയ് ഫ്രം സ്നാക്ക് സഫാരി. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു പെറ്റ് ഷോയിലാണ്. ഞങ്ങൾ ഫോർട്ടോച്ചിയിൽ നിന്ന് വരുന്ന വഴി ഇവിടെ ഒരു പെറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് കയറിയാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ടിക്കറ്റിന് ഒരാൾക്ക് 60 രൂപയായിരുന്നു വില. അങ്ങനെ ഞങ്ങൾ 2 പേര് 120 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ ബേർഡ്സിൻ്റെയാണ്. ബേർഡ്സിൽ ഫസ്റ്റ് തന്നെ കുറേ തത്തകളുടെ ഒരു സെക്ഷനായിരുന്നു. കുറേ വെറൈറ്റീസ് ഉള്ള പലതരത്തിലുള്ള തത്തകളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കണ്ടത് പ്രാവുകളാണ്. പ്രാവുകൾ തന്നെ പല വെറൈറ്റീസ് ഉള്ള പ്രാവുകളാണ്. ഒരു സൈഡിൽ തത്തകൾ, ഒരു സൈഡിൽ പ്രാവുകൾ. അങ്ങനെ ഒരു നേരെ ഫുൾ അങ്ങനെയായിരുന്നു. തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആളുകളുടെ ശബ്ദവും ഈ ആളുകളെ കാണുമ്പോഴും അവർ ഇങ്ങനെ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴുള്ള ആളുകളുടെ തിരക്ക് കണ്ടിട്ടാണോ അവറ്റകൾ പേടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് അതുങ്ങളെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില പക്ഷികൾ മെയിനായിട്ട് ഈ തത്തകളൊക്കെയാണ് കൂടുതലും കമ്പിയിൽ പിടിച്ച് നിന്നിട്ട് കമ്പിങ്ങനെ വളച്ച് നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രാവുകളാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, സൈലൻ്റായിട്ട് മാറി ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഒരു കുറുകൽ കേൾക്കാം, അല്ലാതെ പ്രാവുകൾ വലുതായിട്ട് ശബ്ദം വെക്കുന്നില്ല. പക്ഷേ തത്തകളുടെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കൂട്ടിലിട്ട് വളർത്തുന്നവരെ കുറ്റം പറയുമല്ല, ഒരു രീതിക്ക് പറഞ്ഞാൽ അത് നല്ലതാണ്. ഇതുപോലുള്ള പക്ഷികൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഇതുപോലെ വേട്ടയാടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ മനുഷ്യരായാലും ശരി, മറ്റ് പക്ഷികളായാലും ശരി, അതുങ്ങളെ കൊത്താനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു രീതിക്ക് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ മറ്റൊരു രീതിക്ക് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അത് സ്വാതന്ത്ര്യം കിട്ടാത്ത പോലൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതൊരു കഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. തത്തകളും പ്രാവുകളും കഴിഞ്ഞ് കുറച്ചും കൂടെ പോയപ്പോഴാണ് കോഴികളുടെ ഒരു നിര വരുന്നത്. കോഴികളെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കോഴികളായിരുന്നു. ഒരു കൂട്ടിൽ 2 കോഴികളായിട്ടാണ് കിടക്കണം. അതിൽ ഒരെണ്ണം പെടക്കോഴിയായിരിക്കും, ഒരെണ്ണം പൂവൻകോഴിയായിരിക്കും. കോഴികളൊക്കെ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഒരു സൈഡിൽ മാറിയിരിക്കും. പൊതുവെ കോഴികളൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതുകൊണ്ടാവും കൂടുകൾ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന കൂടുകളും ഉണ്ടായിരുന്നു. പിന്നെ തത്തകൾ കൂടാതെ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള ചില കുരുവികളുണ്ടായിരുന്നു. അതും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. കോഴികളുടെയൊക്കെ കൂട്ടിൽ ഇങ്ങനെ കോഴിമുട്ടകൾ കിടക്കുന്നുണ്ടായിരുന്നു. തത്തകൾ കഴിഞ്ഞു, പിന്നെ പ്രാവുകൾ കഴിഞ്ഞു, പിന്നെ കോഴികൾ. അതിനുശേഷം കുറച്ചുകൂടെ പോയപ്പോൾ മീനുകളായിരുന്നു. മീനുകൾ ഒരുപാടുണ്ടായിരുന്നില്ല, എന്നാലും അക്വേറിയം പോലെ 1-2 സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീനുകൾ കൂടാതെ ഞണ്ടുകളുണ്ടായിരുന്നു. പിന്നെ വലിയ ടൈപ്പ് മീനുകളുണ്ടായിരുന്നു, ചെറിയ ടൈപ്പ് മീനുകളുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് അങ്ങടില്ല. ഞണ്ടുകളുടെ നോക്കുവാണെങ്കിൽ ഞണ്ടുകൾ വലുത് അങ്ങനെ കണ്ടില്ല. ചെറിയ ചെറിയ കുഞ്ഞു ഞണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കാണുന്നതിനിടയിലാണെങ്കിൽ തന്നെ ആളുകളുടെ നല്ല ശബ്ദമായിരുന്നു. കൂടുതലും പിള്ളേരായിരുന്നു. ഞണ്ടുകൾ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉടുമ്പുകളുടെ ഒരു സെഷൻ. ഉടുമ്പുകൾ വലുതും ഉണ്ടായിരുന്നു, ചെറുതും ഉണ്ടായിരുന്നു. അതും 3-4 വെറൈറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഉടുമ്പുകളെ പൊതുവെ പേടിയായതുകൊണ്ട് ഞാൻ അടുത്തേക്ക് അധികം പോയില്ല. പക്ഷെ ചെറിയ പിള്ളേരൊക്കെ ഇതിൻ്റെ കൂടിൻ്റെ അടിയിൽ കൂടെ കൈയൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഉടുമ്പ് പിടിച്ചാൽ പിന്നെ പിടിവിടില്ല. ഉടുമ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയപ്പോഴാണ് പൂച്ചകളെ കാണുന്നത്. പേർഷ്യൻ ക്യാറ്റുകളായിരുന്നു. അധികം ഉണ്ടായിരുന്നില്ല, ആകെ 2-3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പൂച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അതിനെ എടുത്തിട്ട് വീട്ടിൽ പോകാനൊക്കെ തോന്നി. പിന്നെ കണ്ടത് 2 പിള്ളേർ ഉടുമ്പിനെ ഇട്ടിട്ട് തോളത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരെണ്ണത്തിന് അവൻ തോളിൽ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണത്തിന് തലയിൽ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കയ്യിൽ പാമ്പിനെയൊക്കെ പിടിച്ചിട്ട് അമ്മാനെ മാടുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ പുറകെ. അപ്പോൾ ഇവർക്ക് ഈ ഉടുമ്പിനെ പാമ്പിനെ കണ്ടിട്ട് ചിലർ ഈ ഉടുമ്പിനെ തടയിയൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ടത് ലൈബ്രറി പോലെ ബുക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ യമുനെയൊക്കെ കാണുന്നത്. യമു ഉണ്ടായിരുന്നു, കഴുതകളുണ്ടായിരുന്നു,
കുതിരകളുണ്ടായിരുന്നു, പശുക്കൾ, ചെറിയ പോത്തുകുട്ടികൾ. അപ്പം അങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടത്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ പോകാൻ പോയപ്പോഴാണ് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടൊക്കെ കാണുന്നത്. ഇത് ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടിനടുത്താണ് ഈ സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം നിന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയിൽ ഇതുപോലെ പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങളൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു മേഘങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ കുറച്ചുകൂടെ പോയപ്പോഴേക്കും മഴക്കാറൊക്കെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ മഴ പെയ്തു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.